ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വീടിന്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 6 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്റർ ദൂരമാണുള്ളത്. കൂടാതെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററുമാണ് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത്. മനോഹരമായൊരു കണ്ടംപററി സ്റ്റൈൽ എലിവേഷൻ തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. GA ട്യൂബിൽ മുഴുവനായി തന്നെ ഫോൾഡ് ചെയ്യാവുന്ന തരത്തിലാണ് ഈ വീടിന്റെ മെയിൻ ഗേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ വിശാലമായ മുറ്റത്തേക്കാണ്. ഗാർഡൻ വർക്ക് ചെയ്യുന്നതിനായി കുറച്ചു ഭാഗം കട്ടകൾ വിരിക്കാതെ ഫ്രീ ആയി വിട്ടിട്ടുണ്ട്. കവേർഡ് പാർക്കിംഗ് ഏരിയയിൽ ടൈൽസും അതിനു പുറത്ത് മുഴുവനായി കടപ്പ കല്ലുകളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 വണ്ടികൾ വരെ നമുക്ക് ഈ വീട്ടുമുറ്റത്ത് സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർവെള്ളം തന്നെയാണ്. കൂടാതെ KW വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. ഏകദേശം 15 അടിയോളം നീളത്തിൽ വളരെ വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് പണിതിരിക്കുന്നതും. 2 പാളികളായി നല്ല മനോഹരമാക്കി തന്നെ ഡിസൈൻ ചെയ്താണ് മെയിൻ ഡോറുകൾ നൽകിയിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വിശാലമായ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. വലിയൊരു സോഫ സെറ്റി നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. മൾട്ടിവുഡിൽ പാനൽ വർക്കൊക്കെ കൊടുത്താണ് ഇവിടെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്ന ഭാഗത്തായി നല്ല ഭംഗിയാക്കി തന്നെയാണ് ഇവിടെ പാർട്ടീഷൻ വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സും മറ്റും വെക്കുന്നതിനായിട്ട് ഈ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ ഡൈനിങ് ഏരിയക്കായി നൽകിയിരിക്കുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴ്ഭാഗത്തായി സ്റ്റോറേജ് സ്പേസ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ക്ലോസ്ഡ് കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡിന്റെ കളർ കൊടുത്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കും നമുക്കിവിടെ കാണാം. ഒട്ടും തന്നെ കൺജസ്റ്റഡ് അല്ലാതെ ആവശ്യത്തിന് സ്പേഷ്യസ് ആക്കി തന്നെയാണ് വീടിന്റെ കിച്ചൺ പണിതിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 11.5 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. വാർഡ്രോബിന്റെ മുകളിലായി നിറയെ സ്റ്റോറേജ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 13 അടിയോളം നീളത്തിൽ വരുന്ന വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി 2 പാളികൾ വരുന്ന വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു പ്ലെയിൻ സീലിംഗ് വർക്ക് തന്നെയാണ് ഈ റൂമിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്താണ് ഹാൻഡിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വിശാലമായൊരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. അല്പം നീളത്തിലാണ് ഈ ലിവിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈലേറ്റൊക്കെ കൊടുത്ത് നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ കടന്നു വരുന്നത് ഈ വീടിന്റെ ഓപ്പൺ ടെറസിലേക്കാണ്. ഇതേ സ്പേസ് തന്നെ നമുക്ക് യൂട്ടിലിറ്റി ഏരിയയും യൂസ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ടെറസിന്റെ ഒരു ഭാഗത്തായി വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ബിൽഡർ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 11 അടി നീളത്തിൽ വരുന്ന വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോട് കൂടി തന്നെ ഡ്രസ്സിംഗ് ടേബിളും അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് 4ാമത്തെ ബെഡ്റൂമും. വലിയ 2 പാളികളുള്ള ഒരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം.
തീർച്ചയായും ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമിലൂടെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്പം ഭാഗം കവേർഡായും ബാക്കിയെല്ലാം ഓപ്പൺ സ്പേസുമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 6 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 98 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.